ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നതേ, നമുക്ക് എലി, പാറ്റ, പല്ലി ഇതിനെയൊക്കെ കൊണ്ട് ഒരുപാട് ശല്യമുള്ളതല്ലേ. വീട്ടിലുള്ള 2 സാധനങ്ങൾ വെച്ചിട്ട് ഇതിനെ തുരത്തി ഓടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയത്. വേഗത്തിൽ നമുക്കിതിനെ ഇല്ലാതാക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഒരുപാട് ഉപകാരമുള്ളൊരു വീഡിയോ ഇത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് തക്കാളി. ഈ തക്കാളിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ആ ബേക്കിംഗ് സോഡയും മാത്രം മതി ഇങ്ങനെയുള്ള ചെറിയ ജീവികളെ ഇല്ലാതാക്കാൻ. അത് നമുക്ക് പെരയ്ക്കകത്ത് വെച്ചാലും ഉണ്ടല്ലോ കുഴപ്പമില്ല, ശരീരത്തിന് യാതൊരു ദൂഷ്യവും ചെയ്യത്തില്ല. ഈ തക്കാളിയും ബേക്കിംഗ് സോഡയും മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്സ് ചെയ്യുന്നത്. ഇത് വളരെ പ്രയോജനമുള്ള സാധനമാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ എലിയെ കൊണ്ടുള്ള ശല്യമൊക്കെ ഒരുപാടുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ പുറത്ത് എലിവിഷം വെക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മുടെ ശരീരത്തിന് ദൂഷ്യമൊന്നുമില്ലാത്ത ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കുന്നത്. എന്നാൽ വേഗം ചെയ്യുകയും ചെയ്യാം. ഇതൊന്ന് നക്കിയിട്ട് പോകുമ്പോൾ തന്നെ പിന്നെ ആ ഭാഗത്തോട്ട് പോലും എലിയൊന്നും വരികയില്ല കേട്ടോ. പിന്നെ പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ നല്ലതായി ടിപ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും ഒരു തക്കാളിയും മാത്രം മതി കേട്ടോ. ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് മുറിച്ചെടുക്കാം. തക്കാളി എടുക്കുമ്പോഴത്തേക്ക് നല്ല നാടൻ തക്കാളി തന്നെ എടുക്കണം. നല്ല നീര് വേണം കേട്ടോ, എന്നാലേ ഈ ബേക്കിംഗ് സോഡ അതിനകത്ത് മെൽറ്റ് ആവുകയുള്ളൂ. ഈ തക്കാളിക്കകത്ത് ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ തേച്ച് കൊടുക്കണം. നല്ല തേച്ച് പിടിപ്പിക്കണം കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ആ തക്കാളി ഒന്ന് കവർ ചെയ്ത് നിൽക്കണം. ഇത് മെൽറ്റായി അകത്തേക്ക് ഇറങ്ങി പോകുന്നതാണ്. നല്ല പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അത് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ഈ ബേക്കിംഗ് സോഡ എല്ലാം ആലത്തും നല്ല മെൽറ്റായിട്ട് കിട്ടുവേ. നല്ല പത വരും പെട്ടെന്ന്. ഇപ്പം തന്നെ ഈ തക്കാളിയിലേക്ക് ഇത് മൊത്തമേ ഇറങ്ങും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എലിക്കൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ്. ഇത് മധുരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഇത് കഴിച്ചിട്ട് പോകും തക്കാളിയൊക്കെ. ബേക്കിംഗ് സോഡ മാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലേ. ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഈ 2 പീസ് ഞാൻ പലയിടത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പ്രയോജനമുള്ളൊരു ടിപ്സാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എലി വരുന്ന പാതയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. ഓവൻ്റെ അടിയിൽ, അടുപ്പ് വാതകത്തിൻ്റെ അടിയിൽ, ഇതിലൊക്കെ എലി സാധാരണ വരാറും പപ്പി ഇരിക്കാറും ഉള്ളതല്ലേ. അവിടെയൊക്കെ ഇത് വെച്ച് കൊടുത്താൽ വേഗം ഇത് കഴിച്ചിട്ട് വയ്ക്കോളും. അതുപോലെ തന്നെ ചീനിക്കിഴങ്ങിലോ ഏത്തപ്പഴത്തിലോ നമുക്കിത് ചെയ്യാം. ചീനിക്കിഴങ്ങ് ചെയ്യുമ്പോഴത്തേക്ക് പുഴുങ്ങി എടുത്തിട്ട് വേണം ചെയ്യാൻ. എലി വേഗം കഴിക്കും കേട്ടോ. അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഭാഗത്തോട്ട് വന്നിട്ടേ ഇല്ലേ. ഇനി ആരും എലിവിഷം തേടി ബുദ്ധിമുട്ടണ്ട. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതെടുത്ത് കഴിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലിയെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും. പാറ്റ, പല്ലി, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഏത് ജീവി ഇതിൽ വന്നിരുന്നാൽ പെട്ടെന്ന് ചത്തുപോകും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിലും പ്രയോജനമുള്ളൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.